ഞാൻ ലോകത്ത് എവിടെ പോയാലും കുരിശുമായിട്ട് നടക്കുന്നത്. ക്രൂശിത രൂപം ഇത് മൈറ്റി പവറാണ്. നടക്കുന്ന വഴി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇതിങ്ങനെ അഭിമാനത്തോടെ നടക്കുന്ന അഭിമാനത്തെ പ്രൗഡ് എൻ്റെ യേശുവിനെ പരിചയപ്പെടുക. പ്രൗഡ് ടു ബി എ കാത്തലിക്, പ്രൗഡ് ടു ബി എ ക്രിസ്ത്യൻ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1690. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അല്ലയോ ക്രൈസ്തവ, നിന്റെ മഹത്വം എന്തെന്ന് നീ തിരിച്ചറിയുക. ഡിയർ ക്രിസ്ത്യൻ, യു വാണ്ട് ടു റെക്കഗ്നൈസ് യുവർ ഡിഗ്നിറ്റി. മഹത്വം എന്തെന്ന് തിരിച്ചറിയുക. ഇപ്പോൾ ദൈവത്തിന്റെ പ്രകൃതിയിൽ പങ്കുചേരുന്നതിനാൽ മുമ്പുണ്ടായിരുന്ന അധമസ്ഥിതിയിലേക്ക് നീ തിരിച്ചു പോകരുത്. നിന്റെ ശിരസ് ആരാണെന്നും നീ ആരുടെ ശരീരത്തിന്റെ അവയവമാണെന്നും നീ തിരിച്ചറിയുക. യു ഹാവ് ടു റെക്കഗ്നൈസ് ഹു ഈസ് യുവർ ഹെഡ് ആൻഡ് ഹൂസ് ബോഡി യു ആർ ദ മെമ്പർ ഓഫ് ഹിം. മുമ്പുണ്ടായിരുന്ന അധമസ്ഥിതിയിലേക്ക് നീ തിരിച്ചു പോകരുത്. അന്ധകാരത്തിൽ നിന്ന് നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുമെന്നും ദൈവരാജ്യത്തിന്റെ പ്രകാശത്തിലേക്ക് ആനയിക്കപ്പെട്ടിരിക്കുന്നുവെന്നും നീ ഓർക്കുക. Do not forget that you have been rescued from the power of darkness and brought up into the light of the kingdom of God. വലിയ മഹത്വം, വലിയ മഹത്വം. വിളിച്ചു തീരും മുമ്പേ ഉത്തരം നൽകുന്ന ഒരു നല്ല ദൈവം. ചേർത്ത് പറഞ്ഞു ഹല്ലേലൂയ. കുരിശിങ്ങനെ കൊണ്ട് നടക്കാനായിട്ട് പ്രേരിപ്പിച്ചത് മനുഷ്യനല്ല. ഇറ്റ്സ് നോട്ട് ഫ്രം ഹ്യൂമൻ. കുരിശിങ്ങനെ ധരിച്ചുകൊണ്ട് എവിടെ ചെന്നാലും യേശുവിനെ ഉയർത്താനായിട്ടുള്ള ഒരു പ്രചോദനം നൽകിയത് മനുഷ്യരല്ല, വചനമാണ്. വചനം. ഗലാത്യയുടെ പുസ്തകം 6-ാം അധ്യായം 14-ാം തിരുവെഴുത്ത്. നമ്മുടെ കർത്താവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ നിങ്ങൾക്കിടയാകാതിരിക്കട്ടെ. കുരിശിങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാൻ പ്രചോദനം നൽകിയത് വചനമാണ്. ദൈവവചനത്തെ, വചനത്തിന്റെ അധിഷ്ഠിതമായ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അത് അനുവർത്തിക്കാൻ ഇറങ്ങി തിരിച്ച മിനിറ്റ് ഒരുങ്ങിയപ്പം മുതൽ ഇന്ന് നെല്ലിക്കുറ്റിയില് ഈ പൂമുഖത്തിന് ബലിപീഠത്തിന് മധ്യ ദൈവജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നിടം വരെ അത്ഭുതത്തിന്റെ മഴയെ ഞാൻ കണ്ടിട്ടുള്ളൂ. അത്ഭുതത്തിന്റെ മഴ. യെശയ്യാ 55, 10, 11, 12, 13. താങ്ക് യു ഹോളി സ്പിരിറ്റ്. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അതങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കുവാൻ ആഹാരവും ലഭ്യമാക്കുന്നു. ഇതുപോലെയാണ് എന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ. ഫലരഹിതമായി അത് തിരിച്ചു വരികയില്ല. എന്റെ ഉദ്ദേശം അത് സാധിച്ചു തരും. കരമടിച്ച് മക്കളെ യേശുവിന് നന്ദി പറയുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഇസ്രായേൽ വംശജനും ബെഞ്ചമിൻ ഗോത്രത്തിനും പിറന്നവൻ, ഹെബ്രായൻ ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം ഫരിസേയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്നവയെല്ലാം എന്റെ ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം ഏറ്റവും വിലയുള്ളതാകയാൽ സകലതും നഷ്ടപ്പെടുത്തുകയും ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഇത് എന്റെ യേശുവിനെ എനിക്ക് നേടുന്നതിന് വേണ്ടിയും അന്നോട് കൂടെ ആയിരിക്കുന്നതിന് വേണ്ടിയാണ്. ചേർത്ത് പറഞ്ഞു ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് വെളിപ്പെടുത്തുകയാണ്. ഇതെന്റെ യേശുവിനെ നേടുന്നതിന് വേണ്ടിയാണ്. ഇതെന്റെ യേശുവിന്റെ കൂടെ നടക്കുന്നതിന് വേണ്ടിയാണ്. ഇതെന്റെ യേശുവിന്റെ കൂടെ ഇരിക്കുന്നതിന് വേണ്ടിയാണ്. ഇതെന്റെ വീട്ടിൽ എന്റെ യേശുവിന്റെ സാന്നിധ്യം 24/7/365 കിട്ടുന്നതിന് വേണ്ടിയാണ്. എനിക്കെന്റെ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം ഏറ്റവും വിലയുള്ളതാകയാൽ സകലതും നഷ്ടമായി തന്നെ ഉച്ഛിഷ്ടം പോലെ ഞാൻ കരുതുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ കരുതാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ഈ മനസ്സ് ദൈവത്തിനിണങ്ങിയ മനസ്സാണ്. ഇങ്ങനെ പറയാനൊരു ഹൃദയമുണ്ടെങ്കിൽ ഈ ഹൃദയം ദൈവത്തിന് ഇണങ്ങിയ ഹൃദയമാണ്. കണ്ണ് നനഞ്ഞാൽ, വേദനിച്ചാൽ കർത്താവിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് സ്പർശിക്കുന്നത്. ഓർക്കുക, എന്റെ വചനവും എന്റെ പ്രസംഗവും വിജ്ഞാനം കൊണ്ട് ആരെയും വശീകരിക്കുന്നതായിരുന്നില്ല. My words and my preaching is not brilliant and not clever to win the listeners. Rather it was a demonstration of the power of Holy Spirit. ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലുകളായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസ്കാർക്ക് 1 കൊരിന്തോസ് 2-ാം അധ്യായം 1, 2, 3, 4 തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ ആദ്യം പറയുകയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ
ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഈ ഒരു തീരുമാനം ആത്മാവിൽ ഹൃദയത്തിൽ എടുത്തപ്പം അവിടെ ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലുകൾ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ യേശു ക്രിസ്തുവിനെ കുറിച്ച്, അതും ക്രൂശിതനായവനെ കുറിച്ചും അല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും എനിക്കറിയണ്ട. I don't want to know more about other things. I want to know only about the one who crucified for me. എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ച് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്നുള്ള ദൈവിക ചിന്ത തന്നെ വിടുതല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് നിന്നെ കുറിച്ച് മാത്രം കേട്ടാ മതി, അറിഞ്ഞാൽ മതി എന്ന് ചിന്തിച്ച് ദാഹിച്ചിരിക്കുന്നവരുടെ മേല് ദൈവത്തിന്റെ ആത്മാവ് അടിച്ചിട്ടേ പോകുള്ളൂ. ആത്മാവ് വന്ന് അടിച്ചിട്ടേ പോകുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവരാജ്യം എന്നത് വാക്കുകളിലല്ല, ശക്തിയിലാണ്. The kingdom of God does not consist in talk but in power. എവിടെ പോയാലും കുരിശുമായിട്ട് ഒരു കുരിശ് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു തന്നെ നോക്കി ചിരിച്ചു. ഭയങ്കര ചിരി. എൻ്റെ വീട്ടിൽ ഇരുന്നുണ്ട്. വീട്ടിൽ ഇരിക്കുമ്പോഴേ ഒരാൾ വന്ന്, മൗണ്ട് കാർമലിലെ ഞങ്ങളുടെ അവിടെ തന്നെ ഉള്ളൊരു മാനേജറിൻ്റെ അനിയനാണ്, അന്ന് ദുബായിൽ വർക്ക് ചെയ്യാണ്. പെട്ടെന്ന് അവിടെ വീട്ടിൽ വന്നതാണ്, ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങളിങ്ങനെ ഇരുന്ന് അവൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നാ ഉണ്ട് സുബിനെ വിശേഷം, സുഖമാണോ, എന്താണ് ഭാവി ഫ്യൂച്ചർ പരിപാടി? അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെളിപ്പെടുക. ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പം വചനം മനസ്സിലോട്ട് വന്നു. ദൈവവചനം വന്നോ, യേശു വന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അത് അടുക്കളയിലാണേലും പറമ്പിലാണേലും എവിടെയാണേലും വചനം മനസ്സിൽ വന്നോ. ആരേലും വിളിച്ചൊരു വചനം പറഞ്ഞോ, വചനമാണോ യേശു, വചനമാണോ യേശു. വെളിപാട് 19:13. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അവൻ രക്തത്തിൽ മുഖ്യ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവന്റെ നാമം ദൈവവചനമെന്നാണ്. He is clothed in a robe and dipped in the blood by the name he is calling his word of God. വചനം. ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, വേറെ ആത്മീയത ഒന്നുമല്ല. ഒരു വചനം മനസ്സിലോട്ടൊരു വചനം വരുവാണ്. കർത്താവ് വചനം, ഈ ദൈവവചനം കുളിച്ചോണ്ട് നിൽക്കുവാണെങ്കിലും സോപ്പ് തേച്ചോണ്ട് നിൽക്കുവാണെങ്കിലും ഈ വചനം ബൈബിൾ തുറക്കാൻ ഒരു പ്രേരണ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചാടിപ്പുറത്തിറങ്ങും. പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് കുളിയൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്, എനിക്ക് വചനമാണ് ഇമ്പോർട്ടൻ്റ്. വേർഡ്. ഞാൻ കടന്നുറങ്ങുമ്പം എൻ്റെ ഇടതുവശത്തും എൻ്റെ വലതുവശത്തും ബൈബിളാണ്. ഒരു 25 ബൈബിൾ വേറെ കാണും. എനിക്ക് ഭ്രാന്താ ബൈബിൾ എന്ന് പറഞ്ഞാൽ. പറഞ്ഞ ഹല്ലേലൂയ. ബൈബിൾ എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ്. റീഡിങ് ആൻഡ് മെഡിറ്റേറ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ദ സ്ക്രിപ്ചർ വിത്ത് ദ ഡിസയർ ടു നോ ദ വിൽ ഓഫ് ദ ഗോഡ് ആൻഡ് ദ ഇന്റൻഷൻസ് പുട്ടിംഗ് ഇറ്റ് ഇൻടു പ്രാക്ടീസ് ദാറ്റ് വിൽ ലീഡ്സ് ടു എ പ്രൊഫൗണ്ട് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ക്രൈസ്റ്റ്. യേശുവുമായിട്ട് ആഴമേറിയ ഒരു സൗഹൃദ ബന്ധത്തിലേക്ക് പരിശുദ്ധാത്മാവ് വലിച്ചോണ്ട് പോകുന്ന വഴി ബൈബിളിലൂടെയാ. ദൈവം പറയുന്ന വാക്കുകൾ അനുസരിക്കാൻ ഒരു മനസ്സോടുകൂടി സമീപിച്ചു കഴിഞ്ഞാൽ കാര്യം തീരും. വിശുദ്ധ ജെറോം പറയും വിശുദ്ധ ലിഖിതത്തെക്കുറിച്ചുള്ള അജ്ഞത യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ്. ബഹുമാനപ്പെട്ട അച്ഛനോട് കേട്ടു, അച്ഛൻ പറഞ്ഞു, ഇഗ്നറൻസ് ഓഫ് സ്ക്രിപ്ചർ ഈസ് ഇഗ്നറൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ യേശു ക്രിസ്തുവിനെ അറിയില്ല എന്നുള്ളതാണ്. വിശുദ്ധ ആംബ്രോസ് പറയാണ്, വി സ്പീക്ക് ടു ഗോഡ് വെൻ വി പ്രേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയാണ്. വി ലിസൺ ടു ഹിം വെൻ വി റീഡ് ദ സ്ക്രിപ്ചർ. നമ്മൾ ബൈബിൾ തുറന്ന് വചനം വായിക്കുമ്പോൾ യേശുവിനെ നമ്മൾ കേൾക്കുകയാണ്. യേശു പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. വിശുദ്ധ സിപ്രാൻ ഓഫ് കാർത്തേജ് പറയാണ്, ഒരു മനുഷ്യൻ യേശുവിൽ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് യേശു പറഞ്ഞതൊന്നും അനുസരിക്കാതെ എങ്ങനെയാണ് ഈ മനുഷ്യൻ യേശു ക്രിസ്തു വിശ്വസിക്കാൻ സാധിക്കുക? ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞിട്ട് ക്രിസ്തു പറഞ്ഞ യാതൊരുവിധ കാര്യമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ എങ്ങനെ ജീവിച്ചോണ്ട് ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പറ്റും? Thank you, Holy Spirit. How can a man say that he believes in Jesus Christ if he doesn't do what the Jesus Christ commanded him to do? യേശു പറഞ്ഞ കാര്യം അത് സ്വീകരിക്കാതെ അത് വെറുതെ കേട്ടിട്ട് വേറെ വഴിക്ക് പോയിട്ട് ഞാൻ യേശുവിൻ്റെ ആളാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് യേശുവിന് ഇഷ്ടമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? എനിക്ക് യേശുവിനോട് സ്നേഹമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? That's true. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് വന്ന് അവനിൽ വാസമർപ്പിക്കുകയും ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവനോ എൻ്റെ വചനം പാലിക്കുന്നില്ല. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പാലിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്ന ഈ വചനം എൻ്റേതല്ല, എന്നെ അയച്ച് എൻ്റെ പിതാവിൻ്റെതാണ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്.
ഇപ്പോൾ നിങ്ങൾ ശ്രവിക്കുന്ന ഈ വചനം എന്റേതല്ല, എന്നെ അയച്ച എന്റെ പിതാവിന്റെയാണ്. നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങൾ എല്ലാ കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഞാൻ പഠിപ്പിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26 ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കാം, എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകൻ നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല. കാരണം അതവനെ കാണുന്നില്ല, അറിയുന്നില്ല. നിങ്ങൾ അവൻ അറിയുന്നു, അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളായിരിക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. അല്പസമയം കൂടി കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങൾ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണെന്ന് ആ ദിവസം നിങ്ങൾ അറിയും. അപ്പോൾ യൂദാസ് കറിയോത്തൽ അവനോട് പറഞ്ഞു, കർത്താവേ, നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുന്നു, എന്നാൽ നീ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുകയില്ല എന്ന് പറഞ്ഞത് എന്ത്? യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. ഈ വചനത്തെ മാനിക്കുന്നവന്റെ മുമ്പിൽ യേശുവിനെ വെളിപ്പെടുത്തും. കരമടിച്ച് 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 നന്ദി പറഞ്ഞേ. ദൈവവചനത്തെ മാനിച്ചാൽ യേശു വരും, യേശു വരും, യേശു വരും. ദൈവവചനത്തെ സ്നേഹിച്ച് മാനിച്ച് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ യേശു വരും, യേശു വെളിപ്പെടുത്തും, യേശുവിനെ വെളിപ്പെടുത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കെസറിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് ദൈവപ്രീതിക്ക് നിമിത്തമായ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, truly you are son of God, സ്വർഗത്തിലെ പിതാവായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. പത്രോസേ, ഇത് നിനക്ക് മാംസരക്തങ്ങളല്ല വെളിപ്പെടുത്തിയത്, പിന്നെയോ എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തിയത്. എന്നിട്ട് എക്സ്ട്രാ റിവാർഡ് കൊടുക്കുവാണ്. പീറ്റർ, നീ ഭൂമിയിൽ കെട്ടുന്നത് ഇപ്പോൾ മുതൽ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. അഭിഷേകം, അഭിഷേകം, അഭിഷേകം. ഈ വലിയ അഭിഷേകം പ്രാപിച്ച നമ്മുടെ പുരോഹിതരെ ഓർത്ത് കരമടിച്ച് 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 ജ്വലിക്കട്ടെ മക്കളെ. അനോയിന്റിംഗ് ജ്വലിക്കട്ടെ. ബി എ ഗ്ലോവിംഗ് സ്പിരിറ്റ്. ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. ഒന്ന് വിളിച്ച്, അതരം തുറന്ന് വിളിച്ച്, യേശുവേ. എന്നോട് പലരും ചോദിക്കും, ബ്രദർ ജോൺ പോൾ, I don't know what to do. ഭയങ്കര അഭിഷേകമാണ്, കുരിശ്. യേശുവിൻ കൂടുള്ള യാത്ര ആനന്ദമേ, അമാറോട് ചേർന്നിരുന്ന ഭയമില്ലേ, അൻപേറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിയിടും മാധുര്യമേറും മൊഴികൾ തൻ, ഒറ്റയ്ക്ക് വിടുകയില്ല, മടുത്തു മാറുകയില്ല, അന്ത്യം വരെ ഈ ചൂടുമതി, യേശുവിൻ്റെ കൂടെ മതി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നോട് ചോദിക്കുക എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. ചിലർ വന്ന് ചോദിക്കും, ബ്രദർ ജോൺ പോൾ എങ്ങോട്ട് പോകണോ, എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. സത്യമായിട്ട് ചോദിക്കും, ചേച്ചി ഓപ്പൺ യുവർ ബൈബിൾ. ഞാൻ പറയും, ബൈബിൾ തുറക്ക്. യെശയ്യാ 30:20-21. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിന്റെ കാതുകളുടെ പിന്നിൽ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴുതിലെ പോവുക. ഇത് തുറന്നോ ചേച്ചി, ഇത് തുറന്നോ. ബ്രദർ ജോൺ പോൾ, ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരണം, ഉന്നതമായ ഒരു ആത്മീയ നിലവാരത്തിലേക്ക് ഞങ്ങൾക്ക് വളർന്ന് ഉയരണം. എന്നാ ചെയ്യണ്ടേ? ഓപ്പൺ യുവർ ബൈബിൾ. ബൈബിൾ തുറക്കുക, ജീവന്റെ പുസ്തകം തുറക്കുക. സഭയുടെ മതബോധന ഗ്രന്ഥം 103, 104 ഖണ്ഡികയിൽ പിതാക്കന്മാരുടെ കരങ്ങളിലൂടെ, പിതാക്കന്മാരുടെ കരങ്ങളുടെ പരിശുദ്ധാത്മാവ് ലിഖിത രൂപത്തിൽ നമ്മൾ അറിയേണ്ടതിന്, ദൈവജനം അറിയേണ്ടതിനായിട്ട് വന്ന് എഴുതിയിട്ട് പോയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. അതിങ്ങനെ എഴുതിയേക്കുന്നത്, കത്തോലിക്ക സഭ വിശുദ്ധ ഗ്രന്ഥത്തില് യേശുക്രിസ്തുവിന്റെ ശക്തിയും പോഷണവും കണ്ടെത്തുന്നു. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് ശക്തിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തില് ദൈവത്തിന്റെ, യേശുവിന്റെ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ ശക്തിയും പോഷണവും വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടെത്തുന്നു.
ദൈവവചനത്തെ മാനുഷികമായ വചനമായിട്ടല്ല സഭ സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യുത അത് യഥാർത്ഥത്തിലായിരിക്കുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, സ്വർഗത്തിലെ പിതാവായ ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ തന്റെ മക്കളെ സന്ദർശിക്കുകയും തന്റെ മക്കളോട് സംസാരിക്കാനും വരുന്നു. Heavenly Father comes lovingly to meet his children through the Bible. വിഷമം വരുമ്പം ഇന്ന് മുതൽ ഇതൊന്ന് തുറന്നു പിടിച്ചിട്ട് കരഞ്ഞു നോക്കിക്കേ. ഒരു അക്രൈസ്തവ പശ്ചാത്തലത്തിരുന്ന ഓംപ്രകാശിന്റെ ഭാര്യ അനിലയുടെ പ്രാർത്ഥന കേട്ട് പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു ബോധ്യതയാണ്. എന്നിത് തുറന്നു പിടിച്ചിട്ട് കരഞ്ഞോ? ആ കരച്ചിൽ കണ്ണീര് തുടയ്ക്കാനായിട്ട് ഈ പുസ്തകത്താളുകളിലൂടെ യേശു ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. വചനാനുഭവം ഉള്ളവനെ ദൈവം വചനം കൊടുത്തോണ്ടിരിക്കും. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ 14,898 വചനം ഈ നാളിതുവരെ കർത്താവ് സംസാരിച്ചത് ഹൃദയത്തിലുണ്ട്. ഒരു മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. ദൈവശക്തി. ഞാനാണ് നിന്നിൽ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എസെക്കിയേൽ 20:47, ഞാനാണ് നിന്നിൽ തീ കൊളുത്തിയതെന്ന് സകല ജനതകൾ പറയും. ഐ വിൽ കിൻഡിൽ എ ഫയർ ഇൻ യു. നിന്നെ വചനം പഠിപ്പിക്കുകയും വചന ഹൃദയത്തിൽ വെച്ച് തന്നത് ഞാനാണെന്ന് മനസ്സിലാക്കേണ്ടതിന് സാഹചര്യം അറിയും. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും ഉള്ള ദിക്കിലുള്ള സകല മർത്യരും അറിയും, ഈ തീ ഒരിക്കലും അണയുകയില്ല. ദിസ് ഫയർ ഷാൽ നോട്ട് ബി ക്വെൻച്ച്ഡ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, യു ആർ എ ഫയർ. You are a fire. Shut up. You are a fire. നീ ഒരു തീയാണ്. നീ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു നടക്കുന്ന ഒരു തീയാണ്. You are really a fire. You are a fire that takes away the cold and illuminates the mind with its light and causes me to know the truth. വിശുദ്ധ കാതറിൻ ഓഫ് സിയന പറയാണ്, നീ ശരിക്കും ഒരു തീയാണ്. സത്യമറിയാൻ മേലാത്ത എൻ്റെ ജീവിതത്തിൽ സത്യമറിയാൻ പ്രേരിപ്പിക്കുന്ന യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ ഒരു തീയാണ് നീ. തീ. ഈ തീ എവിടെ ചെന്ന് നിന്നാലും തീ പിടിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളൊരു തീ, നമ്മുടെ ഉള്ളിലൊരു തീ ദൈവത്തിന്റെ ആത്മാവ് തന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളോട് യു ആർ എ ഫയർ എന്ന് പറഞ്ഞാൽ ഈ തീ അങ്ങ് പോയേ പറ്റൂ. ഈ തീ ചെന്ന് അവിടെ തീയാകും. കരിക്കട്ട കൊണ്ട് തീക്കട്ട എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് തീക്കട്ടയാകും. പറഞ്ഞേ ഹല്ലേലൂയ. വാണ്ട് ടു ബി എ ഫയർ. നമുക്ക് തീ പിടിക്കണം. നമുക്ക് തീ പിടിക്കണം. തീ പിടിച്ച മനുഷ്യര് സഭയിൽ എഴുന്നേക്കണം. കിരികിര ശബ്ദത്തോടെ സിയോൻ കൂടാരത്തിൽ എഴുന്നേക്കണം. ഒരു സൈന്യം പോലെ എഴുന്നേക്കണം. യേശുവിന് വേണ്ടി എഴുന്നേക്കണം. അങ്ങനെ കാലുറപ്പിച്ച സുവിശേഷത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എഴുന്നേക്കാൻ നോക്കി നിൽക്കുകയാണ് പിതാവായ ദൈവം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ 12:30. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ സ്വരം ഉണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. കരമടിച്ച് 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 ആത്മാവിന് നന്ദി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഹോളി സ്പിരിറ്റ്.